ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് മുടി കൊഴിച്ചിലും താരനൊക്കെ വളരെ എളുപ്പത്തിലില്ലാതാവാനും മുടി നന്നായിട്ട് വളരാനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് റോസ്മേരി വാട്ടർ വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു റോസ്മേരി വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയോട് നല്ല പോലെ ക്ലീൻ ആവാനും തലയോട്ടിയിലുണ്ടാകുന്ന ചൊറിച്ചിൽ, ഡ്രൈനെസ് ഇതൊക്കെ മാറിക്കിട്ടാനും അങ്ങനെ തലയോട്ടിയിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിച്ച് മുടി നല്ല പോലെ വളരാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവർക്ക് ആ ഒരു മുടി പോയ ഭാഗത്തൊക്കെ വീണ്ടും മുടി വളർന്നു വരാനും അത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ മുടി വളർന്നു വരാനും ഇത് സഹായിക്കുന്നുണ്ട്. മുടി കോഴിവാല് പോലെ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നല്ല പോലെ സ്ട്രോങ് ആയിട്ട് വീണ്ടും ഒരു പുതിയ ജീവൻ കിട്ടിയതുപോലെ മുടി വളർന്നു വരാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ വളരെ എളുപ്പമാണ് നമുക്കിത് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് റോസ്മേരിയുടെ വാട്ടർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് കൂടുതൽ ദിവസങ്ങൾ യൂസ് ചെയ്യാൻ ആയിട്ട് ഉപയോഗിക്കാം. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു വാട്ടറാണിത്. അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലാണ് ഇതിന്. അപ്പോൾ ഇത് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ നമുക്ക് കുറച്ച് ദിവസങ്ങളിൽ വെക്കാവുന്നതാണ്. ഇത് തീരുന്ന വരെ നമുക്കിത് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അതിൽ കൂടുതൽ വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ കൂടുതലും നമ്മളിത് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് യൂസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിരിക്കും. വീഡിയോ നിങ്ങൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ ഏതാണ്ട് 1 ടീസ്പൂൺ റോസ്മേരി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ റോസ്മേരി ഓയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിലോ ഐ ബട്ടണിലോ ഒക്കെ ഞാൻ കൊടുക്കുന്നതാണ്. അപ്പോൾ അത് ആവശ്യമുള്ളവർ കണ്ടു നോക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഒരൊറ്റ സാധനം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആര്യവേപ്പിൻ്റെ ഇലയാണ്. ഞാൻ ഏതാണ്ട് ഒരു 2 തണ്ട് ആര്യവേപ്പിൻ്റെ ഇല ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആര്യവേപ്പിൻ്റെ ഇല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ഇലയാണ് ആര്യവേപ്പിൻ്റെ ഇല എന്ന് പറഞ്ഞാൽ. മുടി കൊഴിച്ചിലാണെങ്കിലും മുടിക്കാണെങ്കിലും അതുപോലെ നമ്മുടെ ചർമ്മത്തിനാണെങ്കിലൊക്കെ ഒരുപാട് ഉപയോഗമുള്ള ഒന്നാണ് ഈ ഒരു ആര്യവേപ്പിൻ്റെ ഇല എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് യൂസ് ചെയ്യുന്നതും അതുപോലെ നമ്മുടെ ഫേസിൽ മുഖക്കുരൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു 2 സാധനങ്ങളും കൂടി ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഇനി നല്ല പോലെ തിളപ്പിച്ചെടുക്കണം. ഇത് രണ്ടും കൂടെ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ട് ഇതിൻ്റെയൊക്കെ ഒരു സത്തുക്കൾ ഈ ഒരു വെള്ളത്തിലേക്ക് നല്ല പോലെ ഇറങ്ങി കഴിയുന്നത് വരെ ഇതുപോലെ തിളപ്പിച്ച് കൊടുക്കുക. ഈ ഒരു ഇലകളൊക്കെ നല്ല പോലെ വാടി കഴിയണം. അപ്പോൾ തന്നെ ഇതിന് നല്ലൊരു സ്മെല്ലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത് നല്ല പോലെ വാടിയിട്ട് ഇതിൻ്റെ സത്തുക്കളൊക്കെ ഇതിലേക്ക് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇറക്കി വെക്കാം. എന്നിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ആര്യവേപ്പിൻ്റെ ഇല നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ചൊറിച്ചിൽ, അലർജി പ്രശ്നങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്കും ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അത് പറയാൻ കാരണം ഒരുപാട് പേർക്കത് ഒരു ഉപകാരമായിരിക്കും ആ ഒരു വീഡിയോ. അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ അരിച്ചു മാറ്റിയിട്ട് ഒരു ബോട്ടിലേക്ക് ആക്കി വെക്കുകയാണ്. ഇനി ഇത് മുടിയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ നമ്മുടെ തലയോട്ടിയിലും അതുപോലെ മുടിയിലൊക്കെ നല്ല പോലെ ഇത് പുരട്ടി കൊടുക്കുക. അതല്ല ഇനി സ്പ്രേ ബോട്ടിലൊക്കെയാണ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്പ്രേ ബോട്ടിൽ വെച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. മുടിയിലും തലയോട്ടിയിലൊക്കെ നല്ല പോലെ ഇത് ആക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ മസാജ് കൊടുക്കുക. നല്ല പോലെ നമ്മളൊരു 5 മിനിറ്റ് മസാജ് കൊടുത്തതിന് ശേഷം അങ്ങനെ വിടുക. ഒരു 20 മിനിറ്റ് നമ്മളിത് ഇങ്ങനെ മുടിയിൽ വയ്ക്കുക. അതിന് ശേഷം നമ്മളിത് വാഷ് ചെയ്ത് കളയാം. ഇങ്ങനെ നമ്മൾ ഡെയിലി ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരു 1-2 തവണ ചെയ്ത് വരുമ്പോൾ തന്നെ ഈ ഒരു മുടി കൊഴിച്ചിലിനും അതുപോലെ താരനൊക്കെ നല്ല പോലെ മാറ്റങ്ങൾ വരുന്നതാണ്. താരൻ്റെ ചൊറിച്ചിലൊക്കെ പൂർണ്ണമായിട്ട് മാറി കിട്ടുന്നതാണ്.
അപ്പോൾ അത് ഉറപ്പായിട്ടും ഒരു 3 മാസം ഇതുപോലെ ചെയ്ത് വരുമ്പോഴേക്കും ഏത് മുടിയില്ലാത്തവർക്കും മുടി വളർന്നു വരുന്നതാണ്. ഒറ്റയടിക്ക് മുടി വളരുക എന്ന് പറഞ്ഞാൽ അത് നടക്കണ കാര്യമല്ല. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ തന്നെയാണ് മുടി നന്നായിട്ട് വളർന്നു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 3 മാസത്തിനുള്ളിൽ ഉറപ്പായിട്ട് മുടി വളർന്നിരിക്കും. അപ്പോൾ അതെല്ലാവരും ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും എല്ലാവർക്കും റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കഴിഞ്ഞു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ടിപ്സുകളുമായിട്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. ഓക്കെ, ബൈ, താങ്ക് യു.